നമസ്കാരം. ഇന്ന് നവംബർ 30 ഞായറാഴ്ച ദിവസം വളരെയധികം ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഇവർക്ക് ഈശ്വരാനുഗ്രഹം കൂടെയുണ്ട്. അപ്രതീക്ഷിത ഭാഗ്യം, ധനനേട്ടങ്ങൾ ഇവരിൽ വന്നു ചേരുന്നതായിരിക്കും. ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടന്ന് വലിയ ധനനേട്ടങ്ങൾ തന്നെ ഇവരിൽ വന്നു ചേരുന്നതായിരിക്കും. ഗ്രഹങ്ങളുടെ അനുകൂല ഭാവത്താലും ഈശ്വര പ്രീതിയാലും മഹാഭാഗ്യം തന്നെയാണ് ഇവരിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇപ്രകാരം ഭാഗ്യത്തിൻ്റെ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചിരിക്കുന്നതെന്നറിയാം. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യം തന്നെ മുന്നിട്ട് നിൽക്കുന്നു. ധനപരമായി വലിയ ഉയർച്ചയാണ് ഇവർക്ക് കാണുന്നത്. മനസമാധാനം, സന്തോഷം, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഭാഗ്യം കൊടികുത്തി വാഴാൻ യോഗമുണ്ട്. ആഗ്രഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് നിറവേറും. അപ്രതീക്ഷിതമായി ധനനേട്ടം ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ കൂടെയുണ്ട്. ഏതൊരു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും വിജയം കൈവരിക്കും ഇവർ. ഈശ്വരാധീനം കൂടെയുള്ളപ്പോൾ വിജയം സുനിശ്ചയമാവും. അപ്രതീക്ഷിതമായ ധനനേട്ടം ഇവരിൽ കാണുന്നു. ലോട്ടറി ഭാഗ്യവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വിജയം ഇവർക്ക് ഒപ്പം തന്നെ ഉണ്ടാകും. ഇവരുടെ ഭാഗ്യ സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണയുണ്ട്. സന്തോഷ വാർത്തകൾ ഇവർക്ക് കേൾക്കുവാൻ യോഗമുണ്ട്. ഇവരുടെ ആശങ്കകളെല്ലാം തന്നെ മാറും. ശോഭനമായ ഭാവി ഇവർക്ക് മുന്നിൽ തെളിയും. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. ഇവരുടെ ഭാഗ്യ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക ഭദ്രത ഇവർക്കുണ്ടാകും. പല വഴിക്കും പണം വന്നു ചേരും. കോപം നിയന്ത്രിക്കുക. നിങ്ങൾക്കൊപ്പം ഭാഗ്യം കൂടെയുണ്ട്. മനസ്സിലെ അസ്വസ്ഥതകൾ മാറ്റിവെച്ച് ജീവിതത്തിൽ വന്നു ചേരുന്ന പോസിറ്റീവ് മാറ്റങ്ങളെ സ്വീകരിക്കുക. നിങ്ങൾക്ക് മികച്ച ജീവിത മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം പൂയമാണ്. ഇവർക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ തന്നെയുണ്ട്. ഇവരുടെ സാമ്പത്തിക നില വളരെയധികം ഉയർച്ച കൈവരിക്കുന്ന സമയമാണ്. ആഗ്രഹ പൂർത്തീകരണത്തിന് ഇവർക്ക് യോഗമുണ്ട്. വാഹനം വാങ്ങുവാനും ആഡംബര വസ്തുക്കൾ വാങ്ങുവാനും യോഗം നിങ്ങളിൽ കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെ വന്നു ചേർന്നിരിക്കുന്നു. സാമ്പത്തികപരമായി മികച്ച മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. വളരെയധികം നല്ല അവസരങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാ കാര്യത്തിലും ഇവർ വിജയം കൈവരിക്കുന്നതായിരിക്കും. കുടുംബബന്ധം ദൃഢമായും സന്തോഷമായും മുന്നോട്ടു പോകുവാനുള്ള ഭാഗ്യം ഇവർക്കുണ്ട്. അപ്രതീക്ഷിത ധനനേട്ടം നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. അടുത്തതായി മഹാഭാഗ്യം വന്നു ചേർന്നിരിക്കുന്ന നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ധനനേട്ടം വന്നു ചേരും. ഏതൊരു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും ഇവർ വിജയം കൈവരിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ വലിയ പുരോഗതി ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടും. വളരെയധികം ഭാഗ്യം തന്നെയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ബിസിനസ് പരമായി വലിയ നേട്ടങ്ങൾ വന്നു ചേരും. ഏതൊരു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും ഇവർ വിജയം കണ്ടിരിക്കും. സ്വപ്രയത്നത്താൽ ജീവിതത്തിൽ വിജയിക്കുന്നവരാണിവർ. ഇവരെ ഭാഗ്യം
തുണയ്ക്കുക തന്നെ ചെയ്യും. ആഡംബരത്തോടെ ജീവിക്കാൻ തന്നെ ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്.